ശാന്തി തൻ സ്വരാലയം. നിശബ്ദതയ്ക്ക് ഒരു ഭാഷയുണ്ട്. അത് കേൾക്കണമെങ്കിൽ നാം തിരക്കുകളുടെ ഈ ലോകത്തു നിന്നും അല്പം മാറി നിൽക്കണം. പ്രകൃതി അതിൻ്റെ രഹസ്യങ്ങൾ പകുത്തു നൽകുന്നത് നിശബ്ദതയുടെ ആ നിമിഷങ്ങളിലാണ്. ചിലപ്പോൾ ഒരു കല്ല് നമ്മോട് സംസാരിക്കും, ചിലപ്പോൾ ഒരു കാറ്റ് നമ്മെ പേരെടുത്ത് വിളിക്കും. ഇന്ന് നാം നിൽക്കുന്നത് അത്തരമൊരു സാക്ഷ്യത്തിന് മുന്നിലാണ്. ഇതൊരു വെറും ഭൂപ്രദേശമല്ല, സഹസ്രാബ്ദങ്ങളുടെ ശ്വാസം പതിഞ്ഞുകിടക്കുന്ന ഒരു ചരിത്രമാണ്. കാലം അതിൻ്റെ വിരലുകൾ കൊണ്ട് ഈ കരിങ്കൽ പാളികളിൽ രഹസ്യങ്ങൾ കുറിച്ചിട്ടിരിക്കുന്നു. ആരും വായിക്കാത്ത ഒരു പുരാതന പുസ്തകം പോലെ. പക്ഷേ ഹൃദയം കൊണ്ട് കേൾക്കാൻ തയ്യാറുള്ളവരോട് ഈ പാറ ഇന്നും കഥകൾ പറയും. ഈ പാറയുടെ നെറുകയിൽ തല ഉയർത്തി നിൽക്കുന്നത് വെറും ഒരു ക്ഷേത്രമല്ല, അതൊരു ആത്മബന്ധമാണ്. മനുഷ്യനും മണ്ണും തമ്മിലുള്ള ബന്ധം, വേർപെടുത്താനാവാത്ത ഒരു പുരാതന ബന്ധം. ഇവിടെ വിശ്വാസം എന്നത് പ്രകൃതിയെ ദൈവമായി കാണുന്നതാണ്. ഇവിടെ മണ്ണ് വെറുമൊരു ഭൂമിയല്ല, അത് അമ്മയാണ്. മരങ്ങൾ കൂടെ പിറപ്പുകളാണ്. ഈ മലനിരകൾ ഗ്രാമത്തിന്റെ കാവൽക്കാരാണ്. ഇവിടെ ദൈവം ഒരു വിഗ്രഹത്തിന്റെ അതിരുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. വീശുന്ന കാറ്റിലും ചവിട്ടുന്ന മണ്ണിലും തണൽ വിരിക്കുന്ന മരങ്ങളുടെ നിഴലിലും ആ ചൈതന്യമുണ്ട്. അതുകൊണ്ടാവാം ഇവിടെ പ്രാർത്ഥനകൾ ആകാശത്തേക്ക് മാത്രമല്ല ഉയരുന്നത്, അത് ഓരോ മനുഷ്യന്റെയും ഉള്ളിലേക്കും ആഴത്തിൽ ഒഴുകിയിറങ്ങുന്നു. ഒരു കാലത്ത് ഈ കല്ലുപാതകളിലൂടെ ഒരു മൂപ്പൻ നടന്നിരുന്നു. കാടിന്റെ സ്പന്ദനമറിയുന്ന, മണ്ണിന്റെ മണമറിയുന്ന മനുഷ്യൻ. കാലപ്രവാഹത്തിൽ അദ്ദേഹം മറഞ്ഞു പോയിരിക്കാം, പക്ഷേ ആ സ്ഥലം ഇന്നും ശൂന്യമല്ല. കാരണം പ്രകൃതി തന്നെ ആ സ്ഥാനത്ത് ഇന്നും കാവലായി നിൽക്കുന്നു. ഓരോ പാറയിടുക്കിലും ഇന്നും ആ പഴയ കാലത്തിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞു കിടപ്പുണ്ട്. നമ്മെ കാക്കുന്ന അദൃശ്യമായ ആ ചൈതന്യത്തിന് ഈ ഗ്രാമവാസികൾ നൽകുന്ന പേരാണ് ഭക്തി. ഋതുക്കൾ മാറുന്നു, വർഷങ്ങൾ കടന്നു പോകുന്നു. എങ്കിലും ഈ മലനിരകളിൽ ഒരു ദിവസം മാത്രം എപ്പോഴും ഒരുപോലെ പൂത്തുലയുന്നു. അത് ഉത്സവത്തിന്റെ ദിവസമാണ്. ഗ്രാമത്തിൽ ഉത്സവം വരുന്നു എന്ന വാർത്ത ആദ്യമായി എത്തിക്കുന്നത് ഒരാളാണ്. ഇവിടുത്തെ ഭാഷയിൽ അദ്ദേഹത്തെ മനുഷ്യൻ എന്ന് വിളിക്കുന്നു. കയ്യിൽ ചുവന്ന പട്ടും വാളുമായി അദ്ദേഹം നാടുനീളെ നടക്കും. ഓരോ വീടിന്റെ ഉമ്മറത്തും അവനെത്തും. അത് വെറുമൊരു അറിയിപ്പല്ല, സാക്ഷാൽ വനദുർഗാദേവിയുടെ വരവറിയിപ്പാണ്.
ആ മനുഷ്യൻ വീടുകളിലൂടെ നടക്കുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നത് സ്വർണമോ വലിയ വലിയ സമ്പാദ്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് അവരാൽ കഴിയുന്ന ചെറിയ സമ്പാദ്യത്തിൻ്റെ ഒരംശമോ ഒരു തുള്ളി നെല്ലും ഒക്കെയാണ്. ഒരമ്മ തൻ്റെ വിയർപ്പിൻ്റെ വിഹിതം ആ തളികയിലേക്ക് സമർപ്പിക്കുന്നു. ഒരു വീട്ടിൽ നിന്ന് ഒരു തുള്ളി, മറ്റൊരു വീട്ടിൽ നിന്ന് മറ്റൊന്ന്, അങ്ങനെ ആ പല തുള്ളികൾ ചേർന്ന് ഒരു വലിയ കഥയാകുന്നു. ആ നെല്ല് കുത്തി അരിയാക്കി അവർ പുത്തരി തയ്യാറാക്കുന്നു. ആ പുത്തരിച്ചോറ് വെറുമൊരു ഭക്ഷണമല്ല, അത് ഈ ഗ്രാമത്തിൻ്റെ ഐക്യത്തിൻ്റെ, കരുതലിൻ്റെ, പകുത്തു നൽകലിൻ്റെ വലിയൊരു അടയാളമാണ്. കന്നിമാസത്തിലെ ഉത്രാടം നാളിൽ ഈ മലകൾ ആ ഉത്സവ ലഹരിയിൽ അമരും. രാത്രിയുടെ നിശബ്ദതയിൽ തേരുവിളക്കുകളുടെ വെളിച്ചത്തിൽ വനദുർഗാദേവി പാറമുകളിലെ ആയിരവില്ലി തമ്പുരാൻ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു. ആ ദീപക്കാഴ്ചയിൽ കാടിൻ്റെ ഇരുട്ടുപോലും ഒരു ഉത്സവമായി മാറും. ആ യാത്രയിൽ അകമ്പടിയായി ഒരു സംഗീതമുയരും, ഒരു ചാറ്റുപാട്ട്. ആ പാട്ടിൻ്റെ ഹൃദയമെടുപ്പ് കൊക്കറവാദ്യത്തിൻ്റെ നാദമാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ കാടിൻ്റെ ആത്മാവ് തന്നെ സംസാരിക്കുന്നതായി തോന്നും. ഈ പാട്ടുകൾക്കിടയിൽ അന്തരീക്ഷത്തിൽ ഒരു വിളി പ്രതിധ്വനിക്കും, മലവിളി. അത് ആഡംബരത്തിനായുള്ള അപേക്ഷയല്ല. ഇനി ഒരു വർഷവും ഞങ്ങളുടെ വയലുകൾ വിളവോടെ നിറയട്ടെ എന്ന ലളിതമായ പ്രാർത്ഥനയാണ്. കൂടെ കരുക്കേറ് എന്ന ആചാരം. മലദൈവങ്ങളോട് അനുഗ്രഹം തേടുന്ന ആ പഴയ പാരമ്പര്യം. ഇവിടെ മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കാൻ വന്നവനല്ല, മറിച്ച് പ്രകൃതിക്ക് മുന്നിൽ ആദരവോടെ തല കുനിച്ചു നിൽക്കുന്നവരാണ്. ഇത്രയും പവിത്രമായ ഈ നിത്യതയെ ഇന്ന് നാം എങ്ങനെയാണ് കാണുന്നത്? ഈ പാറമുകളിലേക്ക് എത്തുന്ന ഓരോരുത്തരും ഓർക്കുക, നിങ്ങളിവിടെ കാണുന്നത് വെറും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, മറിച്ച് ഒരു ജനതയുടെ വിശ്വാസമാണ്. ഈ മണ്ണിൽ നാം ഉപേക്ഷിക്കുന്ന ഓരോ മാലിന്യവും അശുദ്ധമാക്കുന്നത് ഒരു സ്ഥലത്തെ മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തെ കൂടെയാണ്. നമസ്കാരം, ഞാൻ രാകേഷ് ഗോപാൽ. ഇത് വേണാംബിക. നമ്മുടെ യാത്രകൾ പലപ്പോഴും സ്ഥലങ്ങളിലേക്കാണെന്ന് നാം കരുതാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഓരോ യാത്രയും നമ്മുടെ ഉള്ളിലേക്കുള്ളതാണ്. വെള്ളയാണിക്കൽ പാറ നമ്മോട് പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. ദൈവത്തെ തേടി നാം ഒരിടത്തേക്കും പോകേണ്ടതില്ല. മണ്ണിൽ ഉറച്ച വേരുകളുമായി നിൽക്കുമ്പോൾ മാത്രമേ ആകാശത്തിൻ്റെ വിശാലത നമുക്ക് കാണാൻ കഴിയൂ. ഈ പാറയിലെ കാറ്റ് നിങ്ങളുടെ ഉള്ളിലും ഒരു വെളിച്ചമായി മാറട്ടെ. ആ വെളിച്ചം നിങ്ങളിലേക്ക് തന്നെ നയിക്കട്ടെ. വീണ്ടും കാണാം മറ്റൊരു വിശുദ്ധ ഭൂമിയിൽ ഈശ്വരാനുഗ്രഹത്തോടെ. വെള്ളായണിക്കൽ പാറക്കോവിൽ തമ്പുരാനാകര വീലികളാലെയ്തിടും പുലരി. ആ പുലരിയിൽ തൊഴുതു വണങ്ങുമി അടിയന്തേ ജീവിത ശരദുരിതങ്ങൾ നീ നീക്കിടേണമേ. ശംഭോ ശിവ ശിവ ശംഭോ ശങ്കര ശിവ ശംഭോ ആയിരവില്ലി ശങ്കര ശിവ ശിവ ശംഭോ.
മാഘഷം കൊട്ടിപ്പാടും മാമലനാടേ നിൻ മനസ്സും കൈ തൊട്ടറിയും കാലമിതനയുന്നേ പഞ്ചാക്ഷരി മന്ത്രം നുണയും ഭക്തഹൃദന്തങ്ങൾ പാവനമായി ദർശന സുഹൃതം നാളഭിവൃദ്ധിക്കായി ദേവി തൻ വരവറിയിച്ച് മനുഷം പാടുന്നേ ഓം ശംഭോ ശങ്കര ശിവ ശംഭോ ആയിരവില്ലി ശങ്കര ശിവ ശിവ ശംഭോ വയലേലകളൊത്തിരി വിളയും ഭക്തഹൃദന്തത്തിൽ കമ്മിമതിയൊക്കറവത്തിൽ പുത്തരിയാൽ കൊടുതി വനദുർഗേ അമ്മേലിയേഴുള്ളലി വരും നേരം ആരമുകൾ ദേശം നിറയെ കൊക്കരനാദത്താൽ അവിടുത്തെ തപ്പിക്കുന്നേ ചാട്ടുപാട്ടമ്മേ വനശാലിനി ഭഗവതി നിൻ തിരുജനനം പാടുന്നേ അമ്മേ നിന്നവതാര തിരുലക്ഷ്യം നേടേണം ദുർവൈരി കരമതിലുഴരും മടിയങ്ങളെ നീയേ ദോഷങ്ങൾ തീർത്തവിടും കാത്തരുളിടമേ മാമലകൾക്കധിപന്മാരെ മലവിളി കേൾക്കേണം കരിക്കേരിന്റെ പ്രകാശം ഞങ്ങളിലേകേണം തേരുവിളക്കിന്തിവടും തിരുദൈവത്താന്മാരെ അപ്പൂപ്പൻ നടയിലെ ഗുരുസിക്കൊപ്പം കൂടേനേ ആശ്രയമവിടുന്നേ ശംഭോ കാവലുമവിടുന്നേ ശംഭോ കാരണവും നീയേ അതോ തൊല്ലായി തീർപ്പവനും നീയേ തന്നനതോം തന്നന 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 തനനം തനതോ ഓം ശംഭോ ശിവ ശിവ ശംഭോ ശങ്കര ശിവ ശംഭോ